യെസ്, അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങി വെക്കാം. നമസ്കാരം, ഞാൻ ബൈജുവാനന്ദ, യോഗ സയൻസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സൗഖ്യാർത്ഥം ധ്യാനം ജ്ഞാനാർത്ഥം ധ്യാനം ആരോഗ്യാർത്ഥം ധ്യാനം. ഇന്ന് 2024 ഫെബ്രുവരി 4-ാം തീയതി ഞായറാഴ്ച രാവിലെ കൃത്യം 7 മണിക്ക് നമുക്ക് ക്ലാസ് തുടങ്ങാൻ സാധിച്ചത്. നിങ്ങൾ എല്ലാവരും കൃത്യസമയത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നമുക്ക് മുന്നോട്ട് തുടർന്നു പോവാം. ക്ലാസ്സിലേക്ക് പോകുന്നു. ബുക്കൊക്കെ എടുത്തു വെച്ചോളൂ. അടുത്ത അധ്യായമാണ് പൂർവമീമാംസ. പൂർവമീമാംസ നോക്കാം കേട്ടോ. ഞാൻ നോക്കാം. ബുക്ക് അവിടെ വെച്ചിട്ടുണ്ട്, വായിക്കാണ്. യെസ്, തുടങ്ങാം. പൂർവമീമാംസ നോക്കിക്കോളൂ. എന്താണ് പൂർവമീമാംസയിൽ പറഞ്ഞിട്ടുള്ളത് നോക്കിക്കോളൂ. അധ്യായം 6. എല്ലാവരും ബുക്ക് എടുത്തു നോക്കിക്കോ. ബുക്ക് കിട്ടിയെങ്കിൽ നേരെ ഒന്ന് കാണിച്ചോളൂ. ബുക്കിലെ അധ്യായം കിട്ടിയെങ്കിൽ അതിന് മുമ്പുള്ളതൊക്കെ നിങ്ങൾ നിങ്ങളുടേതായ സമയങ്ങളിൽ ഒന്ന് നോക്കി പഠിച്ചോളൂ, നോക്കി വായിച്ചോളൂ അത്യാവശ്യം ഉണ്ടെങ്കിൽ. എന്നിട്ട് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇതിന് മുമ്പ് ഞാൻ കുറച്ച് ടോപ്പിക് ഇങ്ങനെ വെറുതെ വിട്ട് കളഞ്ഞിട്ടില്ല. അപ്പൊ അത് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഒന്ന് വായിച്ചു വെക്കുള്ളൂ. ഓക്കെ, തുടങ്ങാം. മെസ്സേജ് ഒന്നും വന്നില്ല. ഓക്കെ ആണോ? കിട്ടിയോ കിട്ടിയില്ലെന്ന്? പൂർവമീമാംസ അല്ലേ? എന്റെ ബുക്കിൽ അങ്ങനെ തന്നെയാണ്, നിങ്ങളുടെ ബുക്കിൽ അങ്ങനെ തന്നെ ആയിരിക്കുന്നു. ഓക്കെ, യെസ്. പൂർവമീമാംസ. പൂർവം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും കിഴക്ക് ഭാഗത്തിനെയാണ്, അല്ലെങ്കിൽ മുൻഭാഗത്തിനെയാണ് പൂർവം എന്ന് പറയാം. എഴുതി വെച്ചോട്ടെ, അല്ലെങ്കിൽ ഒന്നും ഓർക്കൂല. എല്ലായിടത്തും എഴുതി വെച്ചു. അപ്പൊ ഓരോ സമയത്ത് നമുക്ക് ഓരോ വാക്കുകളാണ് അവിടെ. ഓക്കെ, പൂർവം എന്ന് പറയാം, അല്ലെങ്കിൽ നേരത്തെ എന്ന് പറയാം. നേരത്തെ, അല്ലെങ്കിൽ മുൻപ്, മുൻപിൽ, മുൻപ്, നേരത്തെ എന്നൊക്കെ അർത്ഥമാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതിങ്ങനെ ആരും അർത്ഥം അങ്ങനെ പറയാറില്ല കേട്ടോ. പൂർവമീമാംസ നിങ്ങൾ അങ്ങനെ കാണാതെ പഠിച്ചോളൂ. ഇപ്പൊ ഭവാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ഒരർത്ഥം വല്ല ഭാവം ഉണ്ടോ എന്ന് വെച്ചാൽ ഒരു ഭാവം ഇല്ലാത്ത ഒരാളാണ്, പക്ഷെ പേര് ഭവാനി. പക്ഷെ അങ്ങനെ ആരും ചോദിക്കാറില്ല. ഇത് ഭവാനി അവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു മനസ്സിലായി. അതെ. അപ്പൊ ആരും അങ്ങനെ അർത്ഥമൊന്നും പറയാറില്ല. പക്ഷെ നമുക്ക് അങ്ങനെയല്ലല്ലോ, നമുക്ക് അറിയാവുന്ന രീതിയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടൊന്ന് പറയാം. അപ്പൊ പൂർവം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മുൻഭാഗം, കിഴക്ക് എന്നൊക്കെ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിന് കൃത്യ ഒരു അർത്ഥം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമുക്ക് നേരത്തെ, മുൻപ് എന്നുള്ള ഒരു അർത്ഥം മനസ്സിലാക്കാം. ഓക്കെ, മീമാംസ. മീമാംസ, മീൻ. മീൻ ഇംഗ്ലീഷിലൊന്നും എഴുതി നോക്കി, അത് തന്നെയാണ് അതിനർത്ഥം. മീമാംസ അത് പറയില്ല. മീൻ ഇംഗ്ലീഷിൽ എഴുതിയ മീനിങ് എന്ന് പറയില്ലേ, അത് തന്നെയാണ് ഏകദേശം മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ മീമാംസ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വിമർശനം എന്ന് വേണമെങ്കിൽ ഒരു വാക്ക് കൊടുക്കാം. വിമർശിക്കുക. നമ്മൾ പറയും സിനിമയെ വിമർശിച്ചെഴുതി എന്നൊക്കെ പറയില്ല, വിമർശനം എന്ന് പറയില്ല. അതാണ് ഇവിടെ. അതൊന്നും അല്ലാത്ത അർത്ഥം ആണെങ്കിൽ അന്വേഷണം ഒരു അർത്ഥം എഴുതിക്കോളൂ. അല്ലെങ്കിൽ പരിശോധിക്കുക എന്ന് പറയില്ലേ, അന്വേഷണം, പരിശോധന എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സംഭവം. അപ്പൊ പൂർവമീമാംസ എന്ന് പറഞ്ഞാൽ നേരത്തെ നടത്തിയിട്ടുള്ള ഒരു അന്വേഷണം എന്ന് വേണമെങ്കിൽ അർത്ഥം കൊണ്ടുവരാം. നേരത്തെ നടത്തിയിട്ടുള്ള ഒരു അന്വേഷണം. ഒന്നുകൂടി ചെറുതായിട്ട് അങ്ങ് പറഞ്ഞു. ഇത് വെച്ചിട്ട് നിങ്ങൾ ഇതിനെപ്പറ്റി വലിയ പ്രമാദമായിട്ട് പഠിപ്പിക്കുന്ന ആളുടെ അടുത്ത് ഇതാണോ ഇതിന്റെ അർത്ഥം എന്നൊക്കെ ചോദിച്ചേക്കരുത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു എന്നുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ പൂർവമീമാംസ നേരത്തെ ഉള്ള, അതായത് എന്തോ ഒരു സംഭവം അവിടെ ഉണ്ട്, അതിന് മുമ്പേ നമ്മൾ കയറി ഒന്ന് അന്വേഷിച്ചു, അല്ലെങ്കിൽ അതിന് മുമ്പ് എന്താണ് നടന്നിട്ടുള്ളത്, എന്നിട്ട് അതിനൊന്ന് വിമർശിക്കുക. എന്റെ ഭാഗത്ത് നോക്കിയപ്പോ ഞാൻ ഇങ്ങനെയാണ് കണ്ടത് എന്ന് പറഞ്ഞിട്ടൊന്ന് വിമർശിക്കും. ആ രീതിയിൽ, അല്ലെങ്കിൽ ഒരു അന്വേഷണാത്മകമായ കഥ ഉണ്ടാക്കില്ലേ, അതാണ്. യെസ്, അപ്പൊ ക്ലിയർ ആയില്ലേ? അപ്പൊ പൂർവമീമാംസ എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപേ ഒരു സംഭവം ഉണ്ട്, അതിന് മുമ്പേ ഒന്ന് അന്വേഷിക്കുന്നു. അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന വിഷയങ്ങളെല്ലാം വേദത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അപ്പൊ ഈ വേദം പറഞ്ഞിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ വേദം ഉണ്ടാകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ വേദത്തിൽ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അതിനു മുമ്പുള്ള ഒരു അന്വേഷണം ശരിക്കും ചെറുതായിട്ടൊന്ന് വിമർശിക്കുന്ന രീതിയിൽ, അങ്ങനെ തന്നെ കണ്ണടച്ച് വിശ്വസിക്കാതെ ഒന്ന് വിമർശനാത്മകമായിട്ട് എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ എന്താണ് കണ്ടിട്ടുള്ളത്, ജൈമിനി മഹർഷി എഴുതിയിട്ടില്ല, എങ്ങനെയാണ് ഞാൻ ഇത് കണ്ടിട്ടുള്ളത്, അതിനെ കുറിച്ച് ഞാൻ വിവരിക്കുന്നതാണ് പൂർവമീമാംസ. ഞാൻ ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറയാം. വേദത്തെ കുറിച്ചിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ വേദത്തിൽ ഈ പ്രപഞ്ചത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വായിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ട്, അപ്പൊ ഈ വേദത്തിൽ പറയുന്നതിന് മുമ്പ് എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് ഒന്ന് നമ്മൾ വിമർശനാത്മകമായിട്ട് ശരി തന്നെയാണോ എന്നൊരു അന്വേഷണം നടത്തിയിട്ട് അത് ഉറപ്പാക്കുന്ന രീതിയെ ഉറപ്പാക്കിയിട്ടുള്ള ഒരു ക്ലിപ്പാണ്, അല്ലെങ്കിൽ നോട്ടാണ് ഈ പറഞ്ഞ പൂർവമീമാംസ. മനസ്സിലായോ? ഇത് പുള്ളി എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. ഇത് പുള്ളി എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. മനസ്സിലായില്ലാത്തവർ എനിക്ക് തോന്നുന്നു, എനിക്ക് അത്ര പറയാനുള്ളൂ. ഓക്കെ, യെസ്. അവ തുടങ്ങാണേ. മീമാംസ
മീമാംസ എന്ന് പറഞ്ഞ ആ സാധനം വിമർശനാത്മകതയെ പൂർവമീമാംസ എന്നും ഉത്തരമീമാംസ എന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഈ മീമാംസ എന്ന് പറഞ്ഞ വിമർശനം അല്ലെങ്കിൽ അന്വേഷണം അതിന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് പൂർവമീമാംസ, മുൻപ് നടത്തുന്നത്. ഉത്തരമീമാംസ, പുറകിൽ നടന്നു എന്ന് പറയാൻ പറ്റില്ല, ഇതിന്റെ ഒപ്പം എന്ന് വേണമെങ്കിൽ പറയാം. അത്ര മനസ്സിലാക്കി, അത് പിന്നീട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ വെച്ച് പഠിക്കാം. അപ്പൊ പൂർവമീമാംസ മനസ്സിലായില്ലേ? അതിനെ കുറിച്ച് ആണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ രണ്ട് മീമാംസയുണ്ട്. അതായത് ഷഡ്ദർശനങ്ങളുടെ ഒരു ഭാഗമുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഇതിനു മുമ്പ് പഠിച്ച ഷഡ്ദർശനങ്ങളില് ഇത് ആറാമത്തെയാണ്. അല്ല, ഇത് ശരിക്കും ആറാമത്തെ അല്ല, അഞ്ചാമത്തെ അല്ല വേണ്ടത്. ഇനിയാണ് ആറാമത്തെ വരാം. അപ്പൊ ഓക്കെ, 6 ദർശനങ്ങളാണ്. അതിൽ ഒന്നാണ് പൂർവമീമാംസ. 6 ദർശനങ്ങളിൽ ഒന്നാണ് പൂർവമീമാംസ. അതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മീമാംസ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, പൂർവമീമാംസ, ഉത്തരമീമാംസ. ഓക്കെ, യെസ്. പൂർവമീമാംസയ്ക്ക് കർമ്മമീമാംസ എന്ന ഉത്തരമീമാംസയ്ക്ക് ജ്ഞാനമീമാംസ എന്നും പേരുണ്ട്. ഓക്കെ, അതായത് ഈ പൂർവമീമാംസയ്ക്ക് കർമ്മത്തിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഇതിൽ എന്താണ് കർമ്മം എന്നുള്ളതിന് പ്രാധാന്യം കൊടുത്തത്. അപ്പൊ ഉത്തരമീമാംസയ്ക്ക് പൂർവമീമാംസയ്ക്ക് കർമ്മവും ഉത്തരമീമാംസയ്ക്ക് ജ്ഞാനം, അറിവിനെ കുറിച്ചിട്ടാണ് കൂടുതൽ കൊടുത്തിട്ടുള്ളത്. ഇരുവിഭാഗവും വേദത്തെ പ്രധാനമായി കാണും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വേദത്തിൽ എന്ത് സംഭവിച്ചു അവർ പ്രധാനമായിട്ട് കാണുന്നുണ്ട്. കർമ്മമീമാംസകർ കർമ്മകാണ്ഡത്തെ അടിസ്ഥാനമാക്കി കർമ്മങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. അപ്പൊ ഈ പ്രവർത്തികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി അതിനൊരു അന്വേഷണം നടത്തി. അതാണ് പൂർവമീമാംസ. ഓക്കെ, യെസ്. ജ്ഞാനമീമാംസ വേദങ്ങളുടെ അവസാന ഭാഗത്ത് ഉപനിഷത്തുകൾക്ക് തത്വചിന്തയ്ക്ക് പ്രാധാന്യം നൽകി. അതാണ് വേദാന്തം. നീ വലിയ വേദാന്തം പറയേണ്ടതാണ്. അതാണ് ഉപനിഷത്തിന് മറ്റൊരു പേരായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് വേദാന്തം, വേദത്തിന്റെ അന്ത്യം. അതാണ് ഈ പറഞ്ഞത്. ജ്ഞാനമീമാംസക്കാര്, നേരത്തെ പറഞ്ഞ ഉത്തര മീമാംസ എന്നല്ലേ, ആ ടീംസ് എന്താ പറഞ്ഞ വെച്ചാൽ വേദങ്ങളുടെ അവസാന ഭാഗം, അതാണ് വേദത്തിന്റെ അവസാനം, വേദാന്ത്യം. അതാണ് വേദാന്തം എന്ന് പറയുന്നത്. നമ്മൾ ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഉപനിഷത്തുകളിൽ തത്വചിന്തയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകും. മനസ്സിലായോ? ഓക്കെ, യെസ്. പിന്നെ പഠന ഉദ്ദേശം അതവിടെ നോക്കട്ടെ. അടുത്ത പൂർവമീമാംസ എന്ന് എഴുതിയിട്ടുണ്ട്, അത് നോക്കാം. കുറച്ച് മനസ്സിലായിട്ടുണ്ട്, അത്ര മതി. വേദകാലഘട്ടത്തിന് മുൻപുള്ള അന്വേഷണം. വേദകാലഘട്ടത്തിന് മുൻപുള്ള, വേദം എഴുതുന്നതിന് മുമ്പ് എന്ത് നടന്നു എന്നുള്ള സംഭവം, അതായത് വേദത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് ഈ പ്രപഞ്ചം ഉണ്ടായത്, എങ്ങനെയാണെന്നൊക്കെ വേദത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ വായിച്ചു, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാലും ഇതിനെ ഒന്ന് ഞാൻ കണ്ണടച്ചാണ്ട് വിശ്വസിക്കുന്നില്ല. ഞാൻ ഇതിനെ വിമർശനാത്മകമായിട്ട് ഈ പറഞ്ഞ ശരിയാണോ എന്നുള്ളൊരു അന്വേഷണം നടത്തി. അത് കർമ്മത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയെന്ന് മാത്രം. ഓക്കെ, യെസ്. പൂർവമീമാംസ വേദങ്ങളും ബ്രാഹ്മണങ്ങളും അനുശാസിക്കുന്ന കർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിച്ച് ജീവിക്കണമെന്ന് പൂർവമീമാംസ അനുശാസിക്കുന്നു. അപ്പൊ വേദങ്ങളും ബ്രാഹ്മണങ്ങളും ഓരോ വേദത്തിന് 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊരു ഭാഗമാണ് ബ്രാഹ്മണം. അപ്പൊ വേദങ്ങളും ബ്രാഹ്മണങ്ങളും അനുശാസിക്കുന്ന കർമ്മങ്ങൾ, അപ്പൊ ഈ ബ്രാഹ്മണങ്ങളിലാണ് കർമ്മത്തെ കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. ആ കർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിച്ച് ജീവിക്കണം. അപ്പൊ പൂർവമീമാംസകർ പറഞ്ഞിട്ടുള്ളത്, ഇതിൽ കർമ്മ കാര്യങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെയാണ് അനുഷ്ഠിക്കേണ്ടത് കൃത്യമായിട്ടുള്ള പറഞ്ഞിട്ടുള്ള ബ്രാഹ്മണങ്ങളിൽ അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ജീവിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർ യജ്ഞങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്നു. അവർ യജ്ഞങ്ങൾക്ക്, മനസ്സിലായി, യാഗങ്ങൾക്ക്, അതിനൊക്കെ പ്രാധാന്യം നൽകുന്നു. അതാണ് ജ്യോതിഷ്ടോമന സ്വർഗ കാമോ യജതേ എന്ന് എഴുതിയിട്ടുള്ളത്. അതിന്റെ അർത്ഥം തൊട്ട് അതിന്റെ പറഞ്ഞിട്ടുണ്ട്. സ്വർഗം ആഗ്രഹിക്കുന്നവൻ ജ്യോതിഷ്ടോമം എന്ന യാഗം ചെയ്യണം. സ്വർഗമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ ഈ പറഞ്ഞ സാധനം ചെയ്യണം. അതെന്തോ ഒരു യാഗമാണ്. ഓക്കെ, എന്നാണ് വിധി. യെസ്. സ്വർഗം എന്നത് കാര്യവും ജ്യോതിഷ്ടോമം കാരണവുമായി സങ്കല്പിച്ച് കാര്യകാരണ ബന്ധം ബാധകമാണെന്ന് മീമാംസക്കാരുടെ മതം. അപ്പൊ മീമാംസക്കാരുടെ മതം എന്ന് പറഞ്ഞ അഭിപ്രായം, നമ്മുടെ മതമല്ല, മതം എന്ന് പറഞ്ഞ ശരിക്കും അഭിപ്രായത്തില്. അപ്പൊ ഈ പറഞ്ഞ മീമാംസകരുടെ അഭിപ്രായത്തിൽ അവർ പറയുന്ന ഈ സ്വർഗം എന്ന് പറയുന്നത്, സ്വർഗം എന്നത് കാര്യമാണ്, ജ്യോതിഷ്ടോമം എന്ന് കാരണം. നമ്മൾ പറയില്ല ഒരു കാര്യമില്ല, ആ ഇരിക്കുന്ന കാരണവരാണ് ആ വീട്ടിലെ കാരണവർ, പക്ഷെ അയാളെ കൊണ്ടൊരു കാര്യമില്ല. അപ്പൊ രണ്ടും സംഭവം ഒന്ന് തന്നെ. അത് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സ്വർഗം എന്നത് കാര്യവും മറ്റേത് കാരണവുമാണ്. അപ്പൊ സ്വർഗം എന്ന അവിടെ ഒരു കാര്യമായിട്ടിരിക്കുന്നുണ്ട്. അവിടേക്ക് ചെയ്യുന്ന കർമ്മം അല്ലെങ്കിൽ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഇത് എന്നർത്ഥം മനസ്സിലാക്കിയാൽ മതി. യജ്ഞ പരിസമാപ്തിയിൽ യജമാനന് സ്വർഗം ലഭിക്കുന്നതായി കാണുന്നില്ലല്ലോ എന്ന വിമർശനമുണ്ട്.
യജ്ഞം നടത്തുന്ന ആൾക്ക് ഇപ്പൊ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ട് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു എക്സാം എഴുതിയിട്ട് നിങ്ങളെല്ലാവരും ജയിക്കുകയും ഞാൻ തോൽക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതാണ്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ട് നിങ്ങളെല്ലാവരും ജയിച്ചു, ഞാൻ തോറ്റു. അങ്ങനെ ഉണ്ടാവാറുണ്ട്, മനസ്സിലായോ? ഇപ്പൊ ഇപ്പോ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തപ്പോ റീന പറഞ്ഞാൽ സംസ്കൃതം നന്നായിട്ട് എഴുതാൻ പറ്റി. അപ്പൊ ഞാൻ സംസ്കൃതം ഒരുമാതിരി നന്നായിട്ടൊക്കെ പഠിച്ചിട്ട് പോയി. അപ്പൊ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഞാൻ സംസ്കൃതം എഴുതണില്ല, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പുള്ളീനെ പഠിപ്പിച്ചു. ഈ വരുന്ന ക്വസ്റ്റ്യൻസ് ഇതായിരിക്കും, അതുകൊണ്ട് ഒരു 2 മണിക്കൂർ കൊണ്ട് പഠിപ്പിച്ചെടുത്ത. ഇത് മാത്രം പഠിച്ചാൽ മതി, എവിടെ വെച്ചാൽ ഇത് എഴുതിക്കോളൂ എന്ന് പറഞ്ഞു പുള്ളിയുടെ അടുത്ത്. അവസാനം പുള്ളി എഴുതി, ഞാനും എഴുതി. എന്നെക്കാൾ കൂടുതൽ മാർക്ക് പുള്ളിക്ക് കിട്ടി. മനസ്സിലായി? ഞാൻ കുറെ നാൾ കൊണ്ട് പഠിച്ചെടുത്തത് 2 മണിക്കൂർ കൊണ്ട് പുള്ളിനെ പഠിപ്പിച്ചപ്പോ പുള്ളിക്കാണ് കൂടുതൽ മാർക്ക് കിട്ടിയത്. അതാണ് ഇത്രയേ ഉള്ളൂ ഇവിടെ. ഓക്കെ, യജ്ഞ പരിസമാപ്തിയിൽ യജമാനന് സ്വർഗം ലഭിക്കുന്നതായി കാണുന്നില്ലല്ലോ എന്ന വിമർശനമുണ്ട്. ഭേദവിധി തെറ്റാനും പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ച് തെറ്റൊന്നുമല്ല, അത്ര മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, യെസ്, നമ്മൾ അടുത്തേക്ക് പോവാണേ. തീർന്നില്ല, അത് കുറച്ചുകൂടി ഒന്ന് വായിക്കാനുണ്ട്, അപ്പൊ വായിക്കാണേ. ആയതിനാൽ മീമാംസകർ അപൂർവം എന്നൊരു സങ്കല്പം ആവിഷ്കരിക്കുന്നു. അപ്പൊ ഇങ്ങനെ പുള്ളി മാത്രം ജയിച്ചില്ലെങ്കിൽ നമ്മൾ അത് പറയില്ല, അപൂർവങ്ങളിൽ അപൂർവങ്ങളായി. ഇപ്പൊ കൊലക്കേസൊക്കെ വരുമ്പോ പറയില്ലേ, കൊലക്കേസില് വധശിക്ഷ, എല്ലാ കൊലക്കേസിലും വധശിക്ഷ കൊടുക്കാറില്ല. അത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് തോന്നും, മനസ്സിലാ? അതായത് നമുക്ക് ഈ കേസ് കണ്ടാൽ അത്ഭുതം തോന്നണം, അയ്യോ എന്ന് നമ്മൾ പറഞ്ഞു വേണം. അല്ലെങ്കിൽ അവിടെ ഒരാൾ അങ്ങോട്ടും തല്ലുകൂടി ഒരാൾ മരിച്ചു, അത്രയും അത്ഭുതം തോന്നണം, അതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ശിഷ്യന്മാരൊക്കെ ജയിച്ചു, ഗുരു തോറ്റു എന്ന് പറയുമ്പോ അവിടെ ഉപയോഗിക്കുന്ന വാക്കാണ് ഈ അപൂർവം. അപൂർവം എന്നൊരു സങ്കല്പം ആവിഷ്കരിക്കുക. അതായത് ഞാൻ രക്ഷപ്പെടാം, ഇതൊരു അപൂർവ സംഭവമാണ്, അത് നമുക്ക് ഗുരുവിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് കേട്ടോ, അപൂർവം. യെസ്, അപ്പൊ മനസ്സിലായില്ല അവിടെ. അപ്പൊ തോറ്റവര് അല്ലെങ്കിൽ സ്വർഗം കിട്ടാത്ത ആചാര്യൻ പറയും ഇതൊരു അപൂർവ സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളി സ്വയം സമാധാനിക്കുക. അതിനെ പറ്റിയേ പറഞ്ഞില്ല. ഓക്കെ, യജ്ഞകർമ്മ പരിസമാപ്തിയിൽ യജമാനന് അപൂർവം സിദ്ധിക്കുന്നു. ഞാനിങ്ങനെ കേട്ടോ മനസ്സിലാക്കി, ഇനി വേറെ എന്തെങ്കിലും അർത്ഥം ഉണ്ടോ ഇല്ല. യജമാനന് രക്ഷപ്പെടാൻ പറ്റിയില്ല, അപ്പൊ രക്ഷപ്പെടാൻ വേണ്ടി അപൂർവം എന്നുള്ളൊരു വാക്ക് അവിടെ കണ്ടുപിടിച്ചു എന്നർത്ഥം. ഓക്കെ, ഈ അപൂർവം യഥാകാലം ഫലമായി മാറിക്കൊള്ളും. ഈ അപൂർവം ആയി കഴിയുമ്പോൾ അടുത്ത പ്രാവശ്യം എക്സാം എഴുതി പാസ്സായിക്കൊള്ളും. യഥാകാലം ഫലമായി മാറിക്കൊള്ളും എന്നാണ് മീമാംസകരുടെ മറുപടി. അങ്ങനെ യാഗാദികൾക്ക് ഫലമുണ്ടെന്ന് മീമാംസകർ സമർത്ഥിക്കും. അതായത് സ്വയം ആശ്വസിക്കും, ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറയില്ലേ, നിന്നെ ഞാൻ 2 മണിക്കൂർ കൊണ്ട് പഠിപ്പിച്ചിട്ട് നിനക്ക് എന്നെക്കാളും കൂടുതൽ മാർക്ക് കിട്ടി, എന്നാൽ ഞാനും ജയിച്ചു, സാരമില്ല, നീ എന്റെ കൂട്ടുകാരനായി പോയില്ലേ, അതിൽ ഞാൻ ക്ഷമിച്ചു, നോക്കുക, ഇനി ഞാൻ വായിക്കാം. അതായത് ഈ അപൂർവം യഥാകാലം ഫലമായി മാറി എന്നാണ് മീമാംസകരുടെ മറുപടി. അങ്ങനെ യാഗാദികൾക്ക് ഫലമുണ്ടെന്ന് മീമാംസകർ സമർത്ഥിക്കുന്നു. ഓക്കെ, ഞാൻ ഇങ്ങനെ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, ഏകദേശം അതൊക്കെ തന്നെ അർത്ഥം. ഓക്കെ, യെസ്, നോക്കാം. വേദകാലഘട്ടത്തിന് മുമ്പുള്ള അന്വേഷണം നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരാൾ, പക്ഷെ ആള് പറയാം, പക്ഷെ ഒരു കാര്യം ഈ ഗ്രൂപ്പിന്റെ ചിന്തക്കോ അവിടെ ഇത് പറയുന്നുണ്ട്. ഓക്കെ, യെസ്, ഞാൻ അടുത്ത പാരഗ്രാഫിലേക്ക് പോവാണ്. മീമാംസ സൂത്രമാണ് ഈ ദർശനത്തിന്റെ പ്രമാണ ഗ്രന്ഥം. അപ്പൊ മീമാംസ എഴുതിയിരിക്കുന്ന സൂത്ര രൂപത്തിലാണ്, അതാണ് ഇതിന്റെ യഥാർത്ഥ ഗ്രന്ഥം. ജൈമിനി മഹർഷി രചിച്ചതാണ് ഇത്. ജൈമിനി മഹർഷി രചിച്ചതാണ്. സൂത്രങ്ങളുടെ 2500-ൽ കൂടുതൽ സൂത്രങ്ങളുണ്ട്. 2500 സൂത്രങ്ങൾ അതിൽ കൂടുതലുണ്ട്. ജൈമിനീയ സൂത്രങ്ങൾക്ക് ശബരന്റെ ഭാഷ്യം എന്ന് വെച്ചാൽ വീണ്ടും ഒന്നുകൂടി സുഖകരമായിട്ട് എഴുതിയെന്ന് അർത്ഥം. ഓക്കെ, ഭാഷ്യം. പ്രഭാകരൻ, കുമാരില ഭട്ടൻ എന്നിവരുടെ വ്യാഖ്യാനങ്ങളുണ്ടായി. ഇപ്പൊ നമ്മൾ ഭഗവത്ഗീത നമുക്ക് എഴുതാം, നാളെ എടുത്തിട്ട് ഓരോ ശ്ലോകങ്ങൾ എടുത്തിട്ട് എന്റെ കാഴ്ചപ്പാട് അത്ര മനസ്സിലാക്കിയാൽ മതി കേട്ടോ. യെസ്, അതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത് ധർമ്മത്തെ കുറിച്ചിട്ട് എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം. ഓക്കെ, ധർമ്മത്തെ നിർവചിച്ചുകൊണ്ടാണ് സൂത്രങ്ങൾ ആരംഭിക്കുന്നത്. അതായത് പൂർവമീമാംസയെ ആരംഭിക്കുന്ന ധർമ്മത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് സൂത്രം ആരംഭിക്കുന്നത്. ഓക്കെ, അധതോ ധർമ്മ ജിജ്ഞാസ, അതായത് അതിന്റെ അർത്ഥം വീണ്ടും കൊടുത്തിട്ടുണ്ട്. ഇനി ധർമ്മത്തെ കുറിച്ച് പറയാമെന്നാണ് അതിന്റെ അർത്ഥം. നമ്മള് എല്ലാത്തിലും ഇങ്ങനെയാണ് അധതോ അല്ലെങ്കിൽ ഇതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ തുടങ്ങാം കേട്ടോ. അപ്പൊ അത് അങ്ങനെ തന്നെ അധതോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭക്തി നാരദ സൂത്രത്തിൽ അങ്ങനെയാണ് അധതോ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത്. ഓക്കെ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നു. ധർമ്മത്തെ കുറിച്ചുള്ള മീമാംസകരുടെ നിർവചനം മറ്റു ദർശനങ്ങളിൽ നിന്ന് തികച്ചു വ്യത്യാസമാണ്. അവരുടെ വ്യത്യാസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കർമ്മം ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന വേദവിധികളാണ് മീമാംസകർക്ക് ധർമ്മം. അതായത് കർമ്മം ചെയ്യാൻ, ഈ ധർമ്മം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കർമ്മം ചെയ്യുക, അതിനു വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഇതുകളാണ് ഈ പറഞ്ഞിട്ടുള്ള ധർമ്മങ്ങൾ. നീ ഈ ധർമ്മം ചെയ്യണം,
നീ എന്ന് രാവിലെ എഴുന്നേറ്റ് പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കണം, അത് നിന്റെ കർമ്മമാണ് എന്ന് ധർമ്മത്തിൽ എഴുതി വെച്ചാൽ പിന്നെ നമ്മൾ രാവിലെ ഭക്ഷണം കൊടുക്കും. അതാണ് അതിന്റെ ഒരു ആള് ഇത് പറയാണ്, കൃത്യമായിട്ട് പറയാണ്, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഗുരു ആയിട്ടില്ല, ഗുരു ആണെന്ന് വെച്ചോളൂ, എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ 2 ഗ്ലാസ് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു വൈബ്രേഷൻ ഉണ്ട്. 2 ഗ്ലാസ് വെള്ളം കുടിച്ചില്ലെങ്കിൽ അന്ന് നിങ്ങൾക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവാനുള്ള സാധ്യത, അത് ഉള്ളിലേക്കാണ് കുത്തിക്കയറ്റും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അത് അങ്ങനെയാണ് നമുക്ക് ഫീലിംഗ് ഉണ്ടാക്കുന്നത്, അല്ല മനസ്സിലായി? അത്രയും നാളൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഈ സംഭവം കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്തില്ലെങ്കിൽ പ്രശ്നം. ഓക്കെ, യെസ്, അതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ധർമ്മത്തെക്കുറിച്ചുള്ള മീമാംസകരുടെ നിർവചനം മറ്റു ദർശന കർമ്മം ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന വേദവിധികളാണ് മീമാംസകർക്ക് ധർമ്മമാണ്. അപ്പോൾ ഇത് വേദത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, നീ ഇങ്ങനെ കർമ്മം ചെയ്തില്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമ്മൾ കർമ്മം ചെയ്യുന്നർത്ഥം. ഓക്കെ, ചോദന ലക്ഷണ ധർത്തോ ധർമ്മ. വേദങ്ങളിൽ തന്നെ പിൻകാല വേദങ്ങൾക്കും ബ്രാഹ്മണങ്ങൾക്കുമാണ് ജൈമിനി പ്രാധാന്യം തരുന്നത്. അപ്പൊ വേദങ്ങളിൽ തന്നെ പിൻകാലത്ത്, അതിനുശേഷം, അപ്പൊ വേദം എഴുതിയതിന് ശേഷമാണ് കേട്ടോ ഇത് എഴുതിയിട്ടുള്ളത്. എന്നാലും എന്താണ് ക്രിസ്തുവിനും BC 6-ാം നൂറ്റാണ്ടിലൊക്കെയാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോ ഏതാണ്ട് അതിനോടനുബന്ധിച്ച് തന്നെയാണ് വേദങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്ന് പറയുന്നു, അതില് ഡേറ്റുകളൊക്കെ അതിൽ കാണിക്കുന്ന ഒരു ഡേറ്റ് നമുക്ക് അറിയുള്ളൂ, ഞാനത് അങ്ങ് പറഞ്ഞു എന്ന് മാത്രം. വേദങ്ങളിൽ പിൻകാലത്ത് പ്രാധാന്യം അത് വായിച്ചു. കർമ്മം കൊണ്ട് വിവക്ഷിക്കുന്നത് യാഗാദി കർമ്മങ്ങളാണ്. അപ്പൊ ഈ കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ യാഗം ചെയ്യുക, അതാണ് കർമ്മങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. യാഗാദികൾ കൊണ്ട് ലഭിക്കുന്ന സ്വർഗപ്രാപ്തിയും സ്വർഗത്തിന് അപ്പുറത്തേക്ക് മോക്ഷത്തിലേക്ക് കടക്കുന്നില്ല എന്ന് പറയുന്നത്. യാഗാദികൾ കൊണ്ട് ലഭിക്കുന്നത് സ്വർഗപ്രാപ്തിയാണ്. അപ്പൊ ഈ യാഗം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് ചെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ സ്വർഗത്തിന് അപ്പുറത്തേക്ക് മോക്ഷത്തിലേക്ക് കടക്കുന്നില്ല. സ്വർഗത്തിൽ നിങ്ങൾ ചെല്ലും, പക്ഷെ യഥാർത്ഥത്തിൽ മോക്ഷത്തിലേക്ക് കടക്കില്ല. അപ്പൊ സ്വർഗത്തിന് അപ്പുറമാണ് മോക്ഷം. ഓക്കെ, അതുകൊണ്ട് തന്നെ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ വഴിയല്ല മീമാംസകരുടെ, അതായത് പുരുഷാർത്ഥം, ആ വഴിയല്ല ഇവര് വേറെ വ്യത്യസ്തമായ രീതിയിൽ ചലിക്കുന്നവരാണ് എന്നാണ് മീമാംസകർ പറഞ്ഞത്. ഓക്കെ, അപ്പൊ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെയാണ് എന്നാണ്. ഓക്കെ, യാഗങ്ങൾ ചെയ്യുന്നതാണ് അതിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ധർമ്മം എന്ന് പറയുന്നത് കർമ്മം ചെയ്യാണ്. ഏത് കർമ്മം? യാഗങ്ങൾ ചെയ്യുന്ന കർമ്മം ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞ പാരഗ്രാഫിൽ കേട്ടോ. എനിക്ക് വിജേഷ് എന്നെ രാവിലെ തന്നെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മെസ്സേജ് ഇത്രയേ ഉള്ളൂ: 80 വയസ്സിൽ ഒരാൾ മരിച്ച് സ്വർഗത്തിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ നല്ല ഹൂറികൾ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ പുള്ളിക്ക് അനങ്ങാൻ വയ്യാണ്ട് ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. അപ്പൊ പുള്ളി ആലോചിക്കുകയാണ്, ഞാൻ ഈ യോഗയൊക്കെ ചെയ്ത് ഈ പ്രായമായതുകൊണ്ട് വയസ്സ് യോഗ ചെയ്യാണ്ടിരുന്ന 19 വയസ്സിൽ അടിച്ചു പോയാല് അപ്പൊ ഇവിടെ കിടന്ന് തുള്ളി കളിക്കായിരുന്നു, ജീവിതം പോയി. മനസ്സിലായില്ലേ? അപ്പൊ യോഗ ചെയ്യരുതെന്നാണ് ആ പറഞ്ഞതിലൊക്കെ അർത്ഥം. നിങ്ങൾ യോഗ ചെയ്യാണ്ടിരുന്ന നേരത്തെ അടിച്ചു പോകും. അപ്പൊ അവിടെ ചെന്ന് ഹൂറികള്, നിങ്ങൾ സ്ത്രീകൾക്ക് വലിയ ഹൂറന്മാർ അവിടെ ഉണ്ടാവില്ല, ഞങ്ങൾക്ക് പോയ കാര്യമുണ്ട്, ഹൂറികൾ അവിടെ ഉണ്ട്. നിങ്ങൾ വെറുതെ അവിടെ ചെല്ലുമ്പോൾ ഈ പണി തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഒരു വ്യത്യാസം ഉണ്ടാവില്ലേ? ഈ രാവിലെ എന്നിട്ട് കഞ്ഞി വെക്കുക, ചോറ് വെക്കുക, എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ. ഈ പണിയായിരിക്കും നിങ്ങൾക്ക് അവിടെ, നിങ്ങളുടെ കാര്യം പോക്കാം. പക്ഷെ ഞങ്ങൾ അവിടെ എന്ന് വെച്ചിട്ടില്ല സംഭവം ഉണ്ടാവും. അപ്പൊ അവിടെ ഇങ്ങനെ നിരന്ന് നിൽക്കായിരിക്കും ആൾക്കാർ. ഓക്കെ, മനസ്സിലായില്ലേ? ഈശ്വരൻ, നമ്മൾ അടുത്ത ടോപ്പിക്കുകളാണ് ഈശ്വരൻ. പൂർവമീമാംസകരുടെ അഭിപ്രായത്തിൽ, ഇവരുടെ അഭിപ്രായത്തിൽ ജഗത്തിന്, ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടിയോ ശ്രദ്ധിച്ചിരുന്നോ കേട്ടോ, വേറെ ഒരു വഴിക്ക് പോലെ ഇനി പോകുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നോ? വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. നോക്കൂ, പൂർവമീമാംസകരുടെ അഭിപ്രായത്തിൽ ജഗത്തിന് ഒരു സൃഷ്ടിയോ നാശമോ ഇല്ല. പൂർവമീമാംസകർ പറഞ്ഞിട്ടുള്ളത് ഈ പ്രപഞ്ചത്തിന് സൃഷ്ടിയോ നാശമോ ഇല്ല. എന്ന് സൃഷ്ടിച്ചെന്നോ ഇനി എന്തെങ്കിലും നശിക്കുന്നു എന്നുള്ള ഒരു സംഭവം അതിനില്ല. ഓർത്തോ? ഈ ലോകം ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല. ഈ ലോകം എന്ന് പറഞ്ഞത് ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ദിവസം ഡേറ്റിന് വെച്ച് തുടങ്ങിയതല്ല. ശ്രദ്ധിച്ചിരുന്നോ? ഈ പ്രപഞ്ചം ഏതെങ്കിലും ഒരു ഡേറ്റിന്, പൂർവമീമാംസകർ പറഞ്ഞിട്ടുള്ളതാണ്, ഏതെങ്കിലും ഒരു ഡേറ്റിന് ആരംഭിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടിത്തെറിയിലോ ഉണ്ടായതല്ല. ഇത് ഇവിടെ ഓൾറെഡി ഉണ്ട്. ക്ലിയർ ആയില്ലേ? നാ കഥാചിത് അനിശം ജഗതെ എന്നുണ്ടായിരുന്നു, എന്താണെന്നറിയില്ല, എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും. എന്നും ഉണ്ടായിരുന്നു. അതായത് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞ് എന്നും എന്നാണ് ഉണ്ടായെന്നുള്ളതല്ല, ഈ പ്രപഞ്ചം ഇവിടെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ചോദ്യമില്ല. ഇത് എന്നാണ് ഉണ്ടായെന്നൊന്നുമില്ല, ഈ പ്രപഞ്ചം എന്നും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്ന് തുടങ്ങിയെന്നോ എന്തെങ്കിലും കാരണം കൊണ്ട് ഉണ്ടായെന്നോ ഒന്നുമല്ല, ഇത് ഉണ്ട് ഇവിടെ.
ഇനി ഈ സാധനം എന്നും ഉണ്ടായിരിക്കും, നശിക്കില്ല എന്നർത്ഥം. ഇവിടെ ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ നശിച്ചു വരും, പക്ഷെ ഈ കാണുന്ന പ്രപഞ്ചം എന്നും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും, ഒരിക്കലും നശിക്കില്ല. ഓക്കെ, ഇതാണ് പൂർവ്വ മീമാംസകരുടെ സിദ്ധാന്തം. അപ്പൊ മനസ്സിലായില്ല? ഓർത്ത് വെച്ചോളാം. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്നും ഉണ്ടായിട്ടുണ്ട്, അതിന് ഡേറ്റ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഇത് അവസാനിക്കും എന്ന് പറയും, അങ്ങനെ സംഭവമില്ല, എന്നും ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് ഒരു സൃഷ്ടാവിന്റെ അഥവാ ഈശ്വരനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് ഒരു സൃഷ്ടാവിന്റെ അഥവാ ഈശ്വരന്റെ ആവശ്യം പ്രപഞ്ച സൃഷ്ടിക്ക് ഇല്ല. അപ്പൊ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് ഈശ്വരനെ അല്ലെന്നർത്ഥം. അങ്ങനെ ഒരാളുടെ ആവശ്യമില്ല. കാരണം എന്താ? ഇത് ഓൾറെഡി നേരത്തെ ഉണ്ട്, പിന്നെ ഈശ്വരന്റെ ആവശ്യം എന്താ? ഈശ്വരന്റെ ആവശ്യമില്ല. അങ്ങനെ മീമാംസ ദർശനത്തിൽ ഈശ്വരന് സ്ഥാനമില്ല. അങ്ങനെ ഈ മീമാംസ, ഉത്തര മീമാംസയാണെങ്കിലും പൂർവ്വ മീമാംസയാണെങ്കിലും അവിടെ ഈശ്വരന് സ്ഥാനം ഇല്ല. മീമാംസ സൂത്ര വ്യാഖ്യാതാവായ കുമാരില ഭട്ടൻ ബ്രഹ്മസൂത്രത്തെയും അദ്വൈത വേദാന്തത്തെയും ന്യായവൈശേഷികത്തെയും ഒക്കെ ഈശ്വരവാദത്തെ ഖണ്ഡിക്കുന്നുണ്ട്. ഈശ്വരവാദം പറഞ്ഞ ഉപനിഷത്തിലൊക്കെ ഈശ്വരനെ കുറിച്ച് പറയുന്ന അതിനൊക്കെ ഖണ്ഡിക്കുന്നു. ആര്? ഈ പറഞ്ഞ കുമാരില ഭട്ടൻ. ഓക്കെ, എല്ലാത്തിനെയും സൃഷ്ടിച്ചത് ഈശ്വരനാണെങ്കിൽ, ശ്രദ്ധിച്ചോ, എല്ലാത്തിനെയും സൃഷ്ടിച്ചത് ഈശ്വരനാണെങ്കിൽ ഒന്നുമില്ലാതിരുന്ന ആ അവസ്ഥയിൽ ഈശ്വരൻ എവിടെയാണ് നിലകൊണ്ടത്? ഈ കാണുന്ന പ്രപഞ്ചം ഈശ്വരനാണ് സൃഷ്ടിച്ചെങ്കിൽ അത്രയും നാൾ ഈശ്വരൻ എവിടെയാണ്? അങ്ങനെ ഉണ്ടല്ലോ. ഈ പ്രപഞ്ചം എന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്, എന്നാണോ ഉണ്ടായത് അന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈശ്വരനാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചെങ്കിൽ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈശ്വരൻ എവിടെയാണ്? ചോദ്യമാണ്, ശ്രദ്ധിച്ചോളാം. എവിടെയായിരുന്നു ഈ ഈശ്വരന്റെ രൂപം എന്തായിരുന്നു? അപ്പൊ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ഈശ്വരനാണെങ്കിൽ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈശ്വരൻ എവിടെയായിരുന്നു? ഈശ്വരന്റെ രൂപം എന്താണ്? ഈശ്വരന് ശരീരം ഉണ്ടായിരുന്നെങ്കിൽ ആ ശരീരം സൃഷ്ടിച്ചതാര്? അപ്പൊ ഈശ്വരന് അങ്ങനെ ശരീരം ഉണ്ടായിരുന്നെങ്കിൽ ആ ശരീരം സൃഷ്ടിച്ചതാര്? ശരീരം ഇല്ലായിരുന്നെങ്കിൽ ആ ഈശ്വരനെ സൃഷ്ടിക്കുവാനുള്ള വാഞ്ച എങ്ങനെയുണ്ട്? അപ്പോ ശരീരം ഇല്ലാതിരുന്നുവെങ്കിൽ ആ ഈശ്വരന് വേറെ മനുഷ്യനെ അല്ലെങ്കിൽ ശരീരത്തെ സൃഷ്ടിക്കാനുണ്ടായ കാരണം എന്താണ്? ശ്രദ്ധിച്ചിരുന്നോണേ, ഒറ്റ പ്രാവശ്യം പറയുള്ളൂ. ദുരിതപൂർണമായ ഒരു ലോക ജീവിതം എന്തിനു സൃഷ്ടിച്ചു? അങ്ങനെയാണെങ്കിൽ ഈ ജീവിതം ദുരിതമാക്കുന്ന രീതിയിൽ എന്തിനാണ് സൃഷ്ടിച്ചു എന്നതിന് ഉത്തരം നൽകേണ്ടി വരും. യെസ്, ഈശ്വരനെ സൃഷ്ടിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ എവിടെ നിന്ന് കിട്ടി? ഈ കാണുന്ന സാധനങ്ങളെ സൃഷ്ടിക്കാനുള്ള അസംസ്കൃത വസ്തു ഈശ്വരന് എവിടെ നിന്ന് കിട്ടി? സൃഷ്ടിക്ക് ഈശ്വരനെ പ്രേരിപ്പിച്ചത് എന്താണ്? ഇപ്പൊ നമ്മൾ പറയേ, ഈ യുക്തിവാദികളൊക്കെ ഇപ്പൊ ഉണ്ടായുള്ള അവരുടെ വാക്കും സംസാരമൊക്കെ കണ്ട യുക്തിവാദികൾ ഞങ്ങളാണ്, ഈശ്വരൻ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ആദ്യത്തെ ആൾക്കാർ ഞങ്ങളാണ്. ഈ കാണുന്ന ഈശ്വരൻ ഉണ്ടെന്നും വിഗ്രഹം ഉണ്ടെന്നും പ്രാർത്ഥിച്ച ഫലം ഉണ്ടെന്നും ഇതൊക്കെ ഇല്ല, അതൊക്കെ വെറുതെ വ്യാമോഹങ്ങൾ മാത്രമാണെന്നും അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്നും പറയുന്ന യുക്തിവാദികൾ പറയുന്നത് കേട്ടാ ഇപ്പൊ എങ്ങാണ്ട് ഉണ്ടായ പോലെയാ. ഇത് BC 6-ാം നൂറ്റാണ്ടിൽ എഴുതി വെച്ച സാധനമാണ്. മനസ്സിലായോ? BC 6-ാം നൂറ്റാണ്ടിൽ യുക്തിവാദം ഈ പറയുന്നത് ഈശ്വരൻ ഇല്ലാന്ന് സമർത്ഥിക്കുക. അപ്പൊ അന്ന് ഇന്നത്തെ ആളുകൾ പറഞ്ഞ് യൂട്യൂബിലൊക്കെ വരുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ അവരാണ് ആദ്യമായിട്ട് ഇത് കണ്ടുപിടിച്ച രീതിയിൽ അവർ പറയാം. പക്ഷെ ഇതൊക്കെ 6-ാം നൂറ്റാണ്ടില് ഈ ഈശ്വരനെ വിശ്വസിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ, ഈശ്വരൻ ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടായി എന്നുള്ളത് പഠിക്കണം. അപ്പോഴാണ് നമുക്ക് ഈ കാപട്യങ്ങളൊക്കെ മനസ്സിലാവുക കേട്ടോ. ഓക്കെ, അപ്പൊ സൃഷ്ടിക്ക് ഈശ്വരനെ പ്രേരിപ്പിച്ചതാര്? അപ്പൊ ചോദിക്കണ്ട, അസംസ്കൃത വസ്തുക്കൾ എവിടെ നിന്ന് കിട്ടി? ഈ സൃഷ്ടിക്ക് ഈശ്വരനെ പ്രേരിപ്പിച്ചതാര്? ആരാണ് ഈ സൃഷ്ടി ഇങ്ങനെ തന്നെ വേണമെന്ന് പ്രേരിപ്പിച്ചതാര്? പിന്നെന്താണ് സൃഷ്ടിക്ക് ഈശ്വരനെ പ്രേരിപ്പിച്ചത്? എന്താണ്? ഭൂതദയ ആണെന്ന് പറയുന്നവരോട് ചോദിക്കുന്നു, സൃഷ്ടിക്ക് മുമ്പ് എങ്ങനെയാണ് ഭൂതദയ ഉണ്ടാകുന്നത്? മനസ്സിലായോ? ഭൂതദയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയ, അനുകമ്പ, കരുണ എന്നൊക്കെ പറയില്ലേ? ഭൂതദയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ജീവിതത്തിനുള്ള ഈ കരുണയുള്ള ജീവിതം ഉണ്ടല്ലോ, അതാണ് ചോദ്യം. ഭൂതദയ ആണെന്ന് വസ്തുക്കൾ ഭൂതദയ ആണെന്ന് പറയുന്നവരോട് ചോദിക്കുന്നു, സൃഷ്ടിക്ക് മുമ്പ്, അതായത് കരുണാഭാവം, ആ ഭാവം നിങ്ങൾക്ക് എവിടെന്നാ കിട്ടിയത്? ഈ സൃഷ്ടിക്ക് മുമ്പ് ഈ ഭാവം എവിടെ നിന്ന് കിട്ടി? അതാണ് ചോദ്യം. എങ്ങനെ എന്താണ് സന്തുഷ്ടി? നമ്മളറിയില്ല, സന്തുഷ്ടമായ ജീവിതം എന്താണ് ഈ സന്തുഷ്ടി? ഈ സൃഷ്ടിക്ക് മുമ്പ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയത്? മാത്രമുള്ള ജീവികൾ എന്താണ് സൃഷ്ടിക്ക് മുമ്പ് ഇങ്ങനെയാണ് ഉണ്ടാവുക. എന്തുകൊണ്ട് സന്തുഷ്ടി മാത്രമുള്ള ജീവികളെ സൃഷ്ടിച്ചില്ല? നമ്മൾ ഈ ദുഃഖം എന്നൊക്കെ പറയുമ്പോൾ ഈശ്വരൻ അങ്ങനെ സൃഷ്ടിക്കാമെങ്കിൽ എന്തുകൊണ്ട് സന്തുഷ്ടിയുള്ള ജീവികളെ മാത്രം സൃഷ്ടിച്ചില്ല? ദുഃഖം മാത്രം ഇങ്ങനെ കൊടുത്തത് എന്താണ്? എന്തുകൊണ്ട് സന്തുഷ്ടി മാത്രമുള്ള ജീവികളെ സൃഷ്ടിച്ചില്ല? കുറച്ച്
കുറച്ച് ദുഃഖമൊക്കെ ഇല്ലാതെ സൃഷ്ടി അസാധ്യമാണെങ്കിൽ ഈശ്വരന്റെ സ്വേച്ഛാമിത്രാശ്രീ തത്വത്തെ ബാധിക്കും. അതെന്താന്ന് പറ്റില്ല. അല്ല, ഇത്രയേ ഉള്ളൂ സംഭവം. ഈ സൃഷ്ടിക്ക് എന്തിനാണ് കുറച്ച് സന്തോഷത്തിന്റെ ഒപ്പം കുറച്ച് ദുഃഖം കൂടി ചേർത്തത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ആ ഒരു ഇതുണ്ടാവില്ലേ, ആ ഒരു സ്വേച്ഛാധിപത്യം ഉണ്ടാവില്ലേ എന്നുള്ളത്. അപ്പൊ ഈശ്വരന് ഇത് അനുഭവിച്ചിട്ടുണ്ടാവില്ലേ? ഓക്കെ, സൃഷ്ടി കൊണ്ട് എന്താണ് ഈശ്വരൻ ലക്ഷ്യമാക്കുന്നത്? ഇപ്പൊ ഇത് നമ്മളൊക്കെ എങ്ങനെ സൃഷ്ടിച്ചു, അതുകൊണ്ട് ഈശ്വരൻ എന്താ ലക്ഷ്യമാക്കുന്നത്? ഇങ്ങനെ ഇനിയും എത്രയോ ഈശ്വര നിഷേധ യുക്തികൾ ഭൗതികവാദികൾ അതിശയിപ്പിക്കുന്ന തരത്തിൽ മീമാംസകൾ ഉന്നയിക്കുന്നു. അപ്പൊ മനസ്സിലായില്ലേ യുക്തിവാദം എന്നുണ്ടായെന്ന് മനസ്സിലായില്ലേ? അല്ലാണ്ട് ഇന്ന് ഇന്നലെയോ ഈ 1980 കാലഘട്ടങ്ങളിലോ അല്ലെങ്കിൽ 70 കാലഘട്ടങ്ങളിലോ അല്ല ഈശ്വരൻ ഇല്ല എന്നുള്ള സങ്കല്പം വന്നിട്ട് ഞങ്ങളാണ് കംപ്ലീറ്റ് കാര്യങ്ങൾക്ക് ഒക്കെ എന്ന് പറയുന്ന ഇതല്ല നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ. ഒരു സെക്കൻഡ്, ഞാൻ ഒരു കോൾ എനിക്ക് വിളിച്ചേ പറ്റുള്ളൂ. ഗുഡ് മോർണിംഗ്. പോയാറായോ? അപ്പൊ നടക്കട്ടെ, ഞാൻ വിളിക്കാം, മെസ്സേജ് അയക്കാം. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. നവംബർ. ഞാൻ മെസ്സേജ് അയക്കാം കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് അയക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, യെസ്. അപ്പോ എന്താണ് ലോ ഓഫ് കൺസർവേഷൻ? അതെനിക്കറിയില്ല. ഓഫ് മാസ് അറിയില്ല. സ്വർഗത്തിന്റെ കഞ്ഞിയും കറിയും വയ്ക്കേണ്ടി വരുമോ അറിയില്ല. അതിന്റെ കർമ്മങ്ങളാണ്. ഓക്കെ, യെസ്. അപ്പോ എന്താ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അങ്ങനെ ഇനിയും എത്രയോ ഈശ്വര നിഷേധങ്ങൾ യുക്തികൾ ഭൗതികവാദികളെയും അതിശയിപ്പിക്കുന്ന തരത്തിൽ മീമാംസകൾ ഉന്നയിക്കുന്നു. മറുവശത്ത് മീമാംസകർ വേദത്തിലും ബ്രാഹ്മണത്തിലും ദേവന്മാരിലും സ്വർഗത്തിലും ജ്ഞാനത്തിലും ഉറച്ചു വിശ്വസിക്കുന്നു. അതായത് മറുവശത്തുള്ള മീമാംസകര് എന്താ ഈ പറഞ്ഞ കാര്യത്തിലെല്ലാം വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്, അപ്പുറത്തുള്ളവര് വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, കർത്താവും ഭോക്താവുമായ ഒരു ആത്മാവിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന മീമാംസകർക്ക് ജീവന്മാർ നിരവധിയാണ്. അത് ശാശ്വതവും അനശ്വരവും അനാദ്യവുമാണ്. അതിന്റെ സ്ഥാപനത്തിനായി അവർ നിത്യശബ്ദ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നു. ശബ്ദം നിത്യവും നാശമില്ലാത്തതും ആണെന്നാണ് ആ സിദ്ധാന്തത്തിന്റെ കാതൽ. അതായത് ഇതിൽ പറയുന്ന ഒരു സംഭവത്തിലാണ് ശബ്ദം എന്നും നിലനിൽക്കുന്നതാണ്. ശബ്ദമാണ് ഫസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. അവിടെ നിന്നാണ് ഈ സംഭവം. അതായത് ഇതിനെ വിശ്വസിക്കുന്നത്, ഇപ്പൊ വിശ്വസിക്കാതെ യുക്തിവാദികളല്ല, ശബ്ദമാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. ശബ്ദത്തിൽ നിന്നാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ കാതൽ, അതായത് ശബ്ദം നിത്യവും നാശമില്ലാത്തതും ആണെന്നതാണ് ഈ സിദ്ധാന്തത്തിന്റെ കാതൽ. ഓക്കെ, പരമസത്യത്തെ നമുക്ക് ശബ്ദത്തിലൂടെ മാത്രമേ അറിയാനാവൂ. അതാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ആ ശബ്ദം ഉണ്ടല്ലോ, ആ ശബ്ദത്തിലൂടെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും ശബ്ദത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ശബ്ദങ്ങൾ വാക്കുകളുടെ രൂപം ധരിക്കുന്നു. ഉച്ചരിക്കപ്പെടുന്നതിന് മുമ്പ് വാക്കുണ്ടായിരുന്നു, അത് വ്യക്തമായിരുന്നല്ലെന്നേ ഉള്ളൂ. അതായത് നമ്മള് അക്ഷരങ്ങളും വാക്കുകളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ മൃഗങ്ങളെ ശബ്ദങ്ങളാണ് പ്രകടിപ്പിക്കുന്നത്. അവര് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചറിയാനൊക്കെ ശബ്ദങ്ങൾ പ്രകടിപ്പിക്കും. അപ്പൊ ആ ശബ്ദങ്ങൾ നമ്മളത് കുറച്ചും കൂടി ബുദ്ധി നമുക്ക് തന്നതുകൊണ്ട്, നമുക്ക് കുറച്ച് പ്രത്യേകിച്ച് കഴിവുകൾ തന്നുകൊണ്ട് നമ്മളത് ഭാഷയിലേക്ക് മാറ്റി എന്ന് മാത്രമല്ല, അവർക്കും ഭാഷകൾ ഉണ്ടാവും, നമുക്കറിയാത്തതുകൊണ്ടായിരിക്കും. നമ്മുടെ ഭാഷകൾ അവർക്ക് അറിയുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ശബ്ദത്തിലൂടെയാണ്, ശബ്ദം എന്നും നിത്യമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഉച്ചരിക്കപ്പെടുന്നതിന് മുമ്പ് വാക്കുണ്ടായിരുന്നു, അത് അവ്യക്തമായിരുന്നു. ജൈമിനിയുടെ അഭിപ്രായത്തിൽ അക്ഷരം സ്ഥിരവും ശാശ്വതവുമാണ്. ജൈമിനിയുടെ അഭിപ്രായത്തിൽ ഈ അക്ഷരം സ്ഥിരവും ശാശ്വതവുമാണ്, അല്ലെങ്കിൽ ശബ്ദം സ്ഥിരവും ശാശ്വതവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ടോട്ടാലിറ്റി നമ്മളത് അങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇങ്ങനെ യുക്തിവാദം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, യെസ്. അടുത്ത് സംഗ്രഹം. വായിക്കേണ്ട കാര്യമില്ല, എന്നാലും വായിക്കുന്നു. പൂർവ്വമീമാംസയ്ക്ക് കർമ്മമീമാംസ എന്ന പേര് കൂടിയുണ്ടെന്ന് ഇതിനോടകം ഈ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കാം. അത്രേ ഉള്ളൂ. അത് സംഗ്രഹം, അത് നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയാണ് പൂർവ്വമീമാംസയിൽ. അപ്പൊ പൂർവ്വമീമാംസയിൽ ഈശ്വരനെ കുറിച്ച് എന്താണോ പറഞ്ഞിട്ടുള്ളത്, കർമ്മത്തെ കുറിച്ച് എന്താണോ പറഞ്ഞിട്ടുള്ളത്, ഇത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇനി ആരെങ്കിലും യുക്തിവാദത്തെ കുറിച്ച് പറയുമ്പോൾ, യുക്തിവാദം ഇതിനു മുമ്പ് ഉണ്ടായി അല്ലെങ്കിൽ ഇപ്പൊ ഉണ്ടായിന്ന് ആരും ധരിക്കേണ്ട. ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഈശ്വരനെ ചോദ്യം ചെയ്തിട്ടുണ്ട്, പ്രപഞ്ചത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്, ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനൊക്കെ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉത്തരം കിട്ടിയോ ഇല്ല എന്നുള്ളതല്ല, ചോദ്യങ്ങൾ അന്നും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് സമർത്ഥിക്കാൻ അന്നുള്ളവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനെ ഫോളോ ചെയ്യുന്ന ഒരുപാടുകൾ അന്നും ഉണ്ടായിട്ടുണ്ട്, ഇന്നും ഉണ്ടായിട്ടുണ്ട്. മാത്രം
മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ പൂർവമീമാംസ, അതായത് ഈ പറഞ്ഞ ഈശ്വരനെ കുറിച്ചുള്ള അന്വേഷണം, ഈശ്വരൻ ഉണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് അന്വേഷണം അന്നും നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് പൂർവമീമാംസ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ, യെസ്. അപ്പൊ ഇതിൽ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്കത് അറിയാത്തതുകൊണ്ട് എനിക്ക് ഉത്തരം പറയാൻ അറിയില്ല. ഓക്കെ, യെസ്. അതല്ലേ കർമ്മങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം നമുക്ക് നമ്മൾ കേട്ട് മനസ്സിലാക്കി പഠിച്ച് അറിഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കോൺസെപ്റ്റിൽ എത്താൻ സാധിക്കും. ആ കോൺസെപ്റ്റ് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക മാത്രമേ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ പറയുന്നതാണ് ശരി, ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല എന്ന് പറയുന്നിടത്താണ് നമ്മൾ തെറ്റിപ്പോകുന്നത്. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നു, ഈ ക്ലാസ് എടുക്കുന്നതാണ് ശരി, ഇതിനപ്പുറത്തേക്ക് വേറൊരു ക്ലാസ് ഇല്ല എന്ന് പറയുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ട ഒരു മനുഷ്യനാണ് നടത്തുന്നത്. അപ്പൊ നമ്മൾ എല്ലാത്തിനെയും സ്വീകരിക്കുക, നമുക്ക് ആവശ്യമുള്ളത് ഉപയോഗിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം, പൂർവ്വമീമാംസയിൽ പറഞ്ഞ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, നിങ്ങളെല്ലാം കേൾക്കുക, മനസ്സിലാക്കുക, ആവശ്യമുള്ളത് ഉപയോഗിക്കുക. അവിടെയാണ് നമ്മുടെ ജീവിതം സക്സസ് ആവുന്നത്. അത് വേറൊരാൾ പറഞ്ഞു എന്നതുകൊണ്ട്, അയാൾക്ക് സക്സസ് ആയതുകൊണ്ട്, വിജയം കിട്ടിയതുകൊണ്ട് നമുക്ക് വിജയം കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷെ എല്ലാ കാര്യം അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നമുക്ക് അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്ക്, അല്ലെങ്കിൽ ശരിയായ വഴിയിലൂടെ വിവേക ബുദ്ധിയോട് കൂടി പോകാൻ നമ്മളെ സഹായിക്കുന്നുള്ള ഉറപ്പാണ്. അല്ല നമ്മൾ എന്തെങ്കിലും കണ്ടു പിന്നെ അതിനുശേഷം ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല എന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഒരു പരിധി വരെ എൻ്റെ അടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ വേറെ അധ്യാപകരുടെ അടുത്ത് പോയി പഠിക്കൂ എന്നാണ് ഞാൻ തീർച്ചയായിട്ടും പറയുക. അതിന് തയ്യാറല്ലാത്തതുകൊണ്ടാണ് ഞാൻ പുറത്തുനിന്നുള്ള അധ്യാപകരെ കൊണ്ടൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഇങ്ങനെയാണ് ക്ലാസ് നടക്കുന്നത്, എൻ്റെ ക്ലാസ് പോലെ അല്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ നിങ്ങളെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അത് പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക ഏതാണ് വേണ്ടത്. ഇപ്പൊ ഞാൻ കുറെ അധ്യാപകരെ നിങ്ങളെ മുമ്പിൽ വെച്ച് ക്ലാസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ നിങ്ങൾക്ക്, അവരൊക്കെ ക്ലാസ് എടുക്കുന്ന ആളുകളാണ്, അല്ലാതെ അവരൊന്നും ക്ലാസ് എടുക്കാത്ത ആളുകൾ. അപ്പൊ അവരൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ തരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കുറെ പേര് എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് പറ്റുന്ന കുറെ ആളുകളെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് വീണ്ടും വീണ്ടും ക്ലാസ് എടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട് കണ്ടെത്തുക എന്നാണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ, നമുക്ക് ഇഷ്ടപ്പെട്ട് കണ്ടെത്തുക. അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതി ഇതിലില്ല എന്നാണ്. ഇതാണ്, ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, ഞാൻ പറയുന്നതാണ് ശരി, അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്നിടത്താണ് നമ്മൾ പരാജയം സംഭവിക്കുന്നത്. നമുക്ക് പിന്നെ ബുദ്ധിയില്ല, വെളിവില്ലാതെ പോകുന്നതിന്റെ ഒരു കാരണം, നമുക്ക് വ്യക്തമായിട്ട് ചിന്തിക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും കിട്ടുന്ന ഒരു സാഹചര്യം നമ്മൾ ഒരു കാരണവശാലും ഒഴിവാക്കരുത്. അതിനപ്പുറത്തേക്ക് നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മൾ ഇതായിരുന്നു എന്ന് മനസ്സിലാക്കുക, നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത്. ലക്ഷ്യം, ഞാൻ നമ്മുടെ മാഗസിനിൽ എഴുതിയ പോലെ നമ്മുടെ ലക്ഷ്യം ആനന്ദം തന്നെയാണ്. നിങ്ങളിപ്പോ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾ പറയാ അറിയാത്ത കാര്യങ്ങളൊന്നും പഠിക്കാനാണ്. അപ്പൊ ആ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഒരു മനസ്സിന് ആഹാ കൊള്ളാം, അറിയാത്തൊരു കാര്യമല്ല, ആനന്ദം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ വെച്ചാൽ ആനന്ദമാണ്. ആ ആനന്ദത്തിലേക്ക് എത്താൻ നമ്മൾ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെ ഒന്ന് ബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ വിവേകത്തോടു കൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ് ആയിരിക്കുന്നത്. അത് ചിലർ ചെയ്യുന്നതെല്ലാം മണ്ടത്തരങ്ങളും പരാജയങ്ങളും ആവുന്നതിന്റെ കാരണം അവർ യഥാർത്ഥ ചിന്തയിലൂടെ അല്ലെങ്കിൽ യഥാർത്ഥ വിവേക ബുദ്ധിയോടുകൂടിയല്ല, അതായത് ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാതെ ആരോ എന്തോ ചെയ്തു, അയാൾ സക്സസ് ആയി. ഇപ്പൊ നിങ്ങൾ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ഒരുപാട് കേൾക്കും. അവിടെയൊക്കെ പറയുന്നു ഇന്നാൾ സക്സസ് ആയി, ഇന്നാൾ സക്സസ് ആയി. നിങ്ങളും അതുപോലെ സക്സസ് ഒരിക്കലും ആവില്ല. നിങ്ങളിപ്പോ അംബാനിനെ വെച്ചിട്ട് നിങ്ങൾ എത്രമാത്രം മോട്ടിവേഷൻ ക്ലാസ് എടുത്താലും നിങ്ങൾ ഒരിക്കലും ഒരു അംബാനിയാവില്ല. മനസ്സിലായി? അപ്പൊ നമ്മളിപ്പോ പലരും എടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ അങ്ങനെയാ, ഓരോരുത്തർ ഇങ്ങനെ പ്രശസ്തനായി എന്ന്. യൂസഫ് അലി പൈസക്കാരനായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസഫ് അലി ഒരിക്കലും അധ്വാനിച്ച് ഇത്ര അധികം കാശുണ്ടാക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയാം അതൊരു ഭാഗ്യമാണ്. മനസ്സിലായി? ആ ഭാഗ്യം നിങ്ങൾ എത്രമാത്രം അധ്വാനിച്ചാലും നിങ്ങൾക്ക് കിട്ടില്ല, എത്രമാത്രം മോട്ടിവേഷൻ കിട്ടിയാലും നിങ്ങൾക്ക് ആവില്ല. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്, കുറച്ച് പേർക്ക് ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്നാ നാളെ മുതൽ ഇതുപോലെ ക്ലാസ് എടുത്ത് പറ്റില്ല. നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല, പിന്നെ നിങ്ങൾക്ക് അതുപോലെയുള്ള അവസരങ്ങൾ ഉണ്ടാവില്ല, പിന്നെ അതുപോലത്തെയുള്ള ആളുകളായിരിക്കില്ല നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ പരാജയമായിരിക്കും. അപ്പൊ എപ്പോഴും നമുക്ക് നമ്മുടെ എല്ലാം മനസ്സിലാക്കുക, അറിയുക, ഇതെല്ലാം ഒന്ന് അറിഞ്ഞു വയ്ക്കുക, ഇതാണ് രീതി. എന്നിട്ട് നമ്മൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ പ്രവൃത്തിയിൽ നമ്മൾ പുതിയ 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 കാര്യങ്ങൾ ആഡ് ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ ഒരാളിപ്പോ എന്താ പറയാ, എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ സ്ഥാപനത്തെ കുറിച്ച് ആദ്യം പഠിക്കുക, എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ തന്നെ സ്വയം പ്രാക്ടീസ് ചെയ്ത് ഓർക്കുക. ഇപ്പൊ നമ്മൾ അറിയാത്ത ഒരു തൊഴിൽ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല എന്ന് പറയും. ഇപ്പൊ നമ്മളൊരു ഹോട്ടൽ തുടങ്ങിയാൽ ഏറ്റവും നല്ല കുക്ക് ചെയ്യുന്ന ആൾ നമ്മൾ തന്നെയായിരിക്കും എന്നുള്ള ഒരു തിയറി ഉള്ള ആളാണ് ഞാൻ. നമ്മൾ തന്നെ അവിടെ പണിയെടുക്കുന്നത് നിർബന്ധമില്ല, പക്ഷെ നമുക്ക് അറിയണം. ഒരു പൊറോട്ട അടിക്കാൻ നമുക്ക് അറിയണം. അറിയില്ലാതെ പണിക്കാരനെ വെച്ചിട്ട് പൊറോട്ട അടിച്ചാൽ അവൻ പറയുന്നത് നമ്മൾ കേട്ടിട്ട് പോകും. ഇപ്പോ എന്റെ അടുത്ത് ഒരു യോഗ ഞാൻ ഒരു യോഗ ആസനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ആദ്യം പഠിച്ചതിന് ശേഷം മാത്രമേ ഞാൻ നിങ്ങൾക്ക്, ഞാൻ പഠിക്കാത്തൊന്ന് ശീർഷാസനം ഞാൻ നിങ്ങളെ എപ്പോഴെങ്കിലും പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ടാവും, പഠിപ്പിക്കാൻ ശ്രമിക്കില്ല. കാരണം വെച്ചാൽ ഞാൻ അതിൽ എക്സ്പെർട്ട് അല്ല.
പത്മാസനം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ശ്രമിച്ചിട്ടുണ്ടാവില്ല. കാരണം എന്താ, ഞാൻ അതിലെ എക്സ്പെർട്ട് അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എക്സ്പെർട്ട് ആകുന്ന കാര്യത്തിലേ എനിക്ക് നിങ്ങളുടെ മുകളിൽ ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ നമ്മൾ കൂടുതൽ നമുക്ക് ഏതാണോ ചെയ്യാൻ കഴിയുന്നത് അതിൽ കൂടുതൽ എക്സ്പെർട്ട് ആയിട്ട് അത് മറ്റുള്ളവരിലേക്ക് കൊടുത്തിട്ട് എങ്ങനെ അത് നമുക്ക് സക്സസ്സിലേക്ക്, നമ്മുടെ വിജയത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് നമ്മൾ എത്രമാത്രം ശ്രമിക്കുന്നു അവിടെയുള്ളൂ. അല്ലെയൊക്കെ പരാജയമായിരിക്കും. ഇപ്പൊ നിങ്ങൾ സാധാരണ ആളുകളൊക്കെ ഗൾഫിൽ നിന്ന് വന്ന് കുറച്ച് പൈസ ഒക്കെ ആയിട്ട് വരും. എന്നിട്ട് അവരാലോചിക്കും എന്താണ് അടുത്ത പരിപാടി ബിസിനസ്. എന്ത് ബിസിനസ്? തുണി ബിസിനസ്, ടെക്സ്റ്റൈൽ പറഞ്ഞ് ടെക്സ്റ്റൈൽ തുടങ്ങും. ഒരു വർഷം ഈ ഓണത്തിന് തുടങ്ങും, അടുത്ത ഓണത്തിന് പൂട്ടിയിട്ടുണ്ടാവും. എന്താ കാര്യം? ഒന്നും അറിയില്ല അതിനെപ്പറ്റി. എന്തെങ്കിലും അറിയണ്ടേ ഇതിനെപ്പറ്റി? എന്തെങ്കിലും അറിയണ്ട, ഒന്നും അറിയില്ല. ടെക്സ്റ്റൈൽ തുടങ്ങുന്നു, പിന്നെ അടുത്താണ് ചെരുപ്പ് കട. ചെരുപ്പ് കട എന്ത് ചെയ്യാൻ പോണു? കട തുടങ്ങും. എന്ത് കട? ചെരുപ്പിന്റെ ഒന്നും അറിയില്ല അതിനെ കുറിച്ച്. അത് തുടങ്ങും, ഈ ഓണത്തിന് തുടങ്ങുന്നു, അടുത്ത ഓണത്തിന് അവസാനിപ്പിക്കും. ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പൊ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ എന്താണോ അതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചതിന് ശേഷം, അതായത് ജോലിക്കാരെ അത് അവരുടെ അറിവൊക്കെ പലതും പറയും. അത് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കട്ടപ്പോയി. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം കറക്റ്റായിട്ട് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ അവസാനിപ്പിക്കുകയാണ്. എന്താണ് ഓരോ ക്ലാസ്സും അല്ലാത്ത അറിവാണ് കിട്ടുന്നത്, സംഗ്രഹം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് സംഗ്രഹം മാത്രമല്ല, നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് കറക്റ്റ് ചെയ്യണേ. അതിന്റെ തൊട്ട് താഴെ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഒന്നുകൂടി വായിച്ചു. ഇപ്പൊ ഈ വായിച്ചത് ഒന്നുകൂടി അവർ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കിയോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാനുള്ള സമയമാകുന്നു. എല്ലാവർക്കും സന്തോഷത്തോടെ ആനന്ദത്തോടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സമയം 7:57 8 മണിക്കല്ല ക്ലാസ്. ഓക്കെ, അപ്പൊ വീണ്ടും നാളെ സന്ധിപ്പും വരെ വണക്കം.